വാർത്തയിലേക്ക് മോഹിനിയാട്ടം കലാകാരൻ RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശ കേസിൽ കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ ഹാജരായി. തിരുവനന്തപുരം നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഹാജരായത്. കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. സത്യഭാമയുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അശ്വിൻ ഡിയാഗോ വിശദാംശങ്ങളുമായി. അശ്വിൻ, സത്യഭാമയുടെ വാദം എന്താണ് ജാമ്യാപേക്ഷയിൽ? നികേഷ്, നടനും അതുപോലെ തന്നെ നർത്തകനുമായ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപ പരാമർശം നടത്തിയ സത്യഭാമയോട് ഇന്ന് ഹാജരാകണമെന്ന് നേരത്തെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് പരിഗണിക്കുന്ന കീഴ്ക്കോടതിയിൽ ഹാജരാകണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി സത്യഭാമയ്ക്ക് നൽകിയ നിർദ്ദേശം. ഇതേ തുടർന്നാണ് ഇന്ന് നെടുമങ്ങാടുള്ള SC/ST പ്രത്യേക SC/ST കോടതിയിൽ ഇവർ ഹാജരായിട്ടുള്ളത്. ഇവരുടെ കേസ് ഉച്ച കഴിഞ്ഞ് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇവരുടെ അഭിഭാഷകരും ഇവരും കോടതിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇവരുടെ ജാമ്യ ഹർജിയും ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതും ഇന്ന് ഈ കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഒരു സ്വകാര്യ ഇന്റർവ്യൂവിലാണ്, ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഇന്റർവ്യൂവിലാണ് ഇവർ ഈ RLV രാമകൃഷ്ണനെതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. കറുത്ത വർഗ്ഗക്കാർ ഈ കലാരൂപത്തിൽ നിന്ന്, മോഹിനിയാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, അവർ ക്ഷേത്രങ്ങളിൽ മാത്രം പരിപാടികൾ നടത്തിയാൽ മതി എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. ഇത് പിന്നാലെ വലിയ വിമർശനമായിരുന്നു ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടായിരുന്നതും. മറ്റ് സിനിമാ താരങ്ങളടക്കം ഇവർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു വിമർശനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേസ് ഇപ്പോൾ പരിഗണിക്കുക. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ഇവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നേരത്തെ പോലെ തന്നെ ധാർഷ്യം നിറഞ്ഞൊരു മറുപടിയാണ്, മാറി നിൽക്കുക എന്നായിരുന്നു ഇവർ പറഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ തീരുമാനമുണ്ടാകും. രണ്ട് കാര്യങ്ങളിലാണ് തീരുമാനമുണ്ടാകുക. ഒന്ന്, ഇവർ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇവർ ഹാജരായി. അതിൽ തുടർ നടപടികൾ മാത്രമല്ല ഇവരുടെ ഇടക്കാല ജാമ്യാപേക്ഷ, ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നികേഷ്, അശ്വിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.